well-being as the primary objectives of the medical facility. Exploring Nightingale's characteristics like confidence, determination and integrity and compassion to mold successful nurses more than a century later, the voice of a leader. Her greatest achievement was the transforming of nursing in a profession for the woman in the year 1860. She established the first professional nursing training school for nurses at St. Thomas Hospital. Her effort to reform nursing care greatly influenced the quality. Thank you.
have your seats now. The lighting of the lamp significant the beginning of this auspicious event. As the flame illuminates the darkness, it serves as a reminder that the education dispels ignorance and enlighten our lives. We request everyone to rise up for lighting of ceremonial lamp. ദീപം ആത്മവിജ്ഞാനത്തിന്റെയും ജ്ഞാനപ്രകാശത്തിന്റെയും പ്രതീകമാണ്. അങ്ങനെയുള്ള ദീപം തെളിയിച്ച് ഈ ദിനത്തെ പ്രകാശപൂരിതമാക്കാൻ എല്ലാ വിശിഷ്ട അതിഥികളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Next, I would like to call first year BSc Nursing Coordinator Mrs. Vinitha Ma'am and Ms. It is a honor to address this distinguished gathering on this auspicious occasion. ഇന്നത്തെ മഹത്തായ ചടങ്ങിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യാൻ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രചോദനമായിരിക്കുന്ന നമ്മുടെ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മിസസ് എമൽഡ ജഗൻ മാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കൾ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, ആർക്കോൺ ഫാമിലിയിലെ എല്ലാ സ്റ്റുഡൻസ് അംഗങ്ങൾ, ഇന്നത്തെ ഹൈലൈറ്റ്സ് ആയ ഞങ്ങളുടെ ന്യൂ ബേർഡ്സ്, എല്ലാവർക്കും നമസ്കാരം. രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന സ്ഥാപനം 2008 ആരംഭിച്ച് ഇന്ന് 17 വർഷങ്ങൾ, ആ 17ാമത്തെ ബാച്ചിന്റെ ലാമ്പ് ലൈറ്റിംഗ് സെറിമണിയിലേക്ക് നാം ഇന്ന് എല്ലാവരും കൂടി ചേർന്നിരിക്കുന്നു. ഈ സുദിനത്തിൽ ഞാൻ ആദ്യം ഈശ്വരന് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വന്നിരിക്കുന്ന ഡോക്ടർ തോമസ്, ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കേരളയുടെ ഡയറക്ടറായിട്ട് കിട്ടിയത് ഞങ്ങൾ വളരെ ധന്യമായി തീർന്നിരിക്കുകയാണ്. സാറിന്റെ പ്രവർത്തനങ്ങൾ പറഞ്ഞു തീരുവാൻ സാധിക്കില്ല, അത്രത്തോളം പ്രവർത്തനങ്ങളാണ്. 1996 താനൊരു അധ്യാപകനായി, നല്ലൊരു അധ്യാപകനായി, ട്രെയിനറായി, പബ്ലിക് ഹെൽത്ത് സപ്പോർട്ടറായി, ഫാക്കൽറ്റി, അതായത് 11 വർഷം, 27 വർഷകാലം അങ്ങനെ പൊതു സേവനത്തിൽ താൻ ജോലി ചെയ്തത് മാത്രമല്ല, 11 വർഷകാലം നല്ലൊരു പ്രൊഫസറായി കമ്മ്യൂണിറ്റി ഡിപ്പാർട്ട്മെന്റിൽ, പിന്നെ ജോയിന്റ് പ്രിൻസിപ്പൽ, അതായത് ട്രിവാൻഡ്രം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായി 5 വർഷം സേവനം ചെയ്തു. അതും കഴിഞ്ഞ് ജോയിന്റ് ഡയറക്ടറായി ഇന്ന് 2022 മുതൽ നമ്മുടെ ഡയറക്ടറായി, ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഡയറക്ടറായി പ്രവർത്തനം ചെയ്തു വരികയാണ്. സാറിനോട് ഞങ്ങൾ കുറച്ച് സമയം, അതായത് ക്ഷണിക്കാൻ പോയപ്പോൾ മനസ്സിലൊരു ഉണ്ടായിരുന്നു, എങ്ങനെയാണ് DME ഇത്രയും തിരക്കേറിയ ഒരു സാർ നമ്മുടെ ഒരു സ്ഥാപനത്തിൽ കടന്നു വരുവാൻ ഒരു അവസരം കിട്ടുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഞങ്ങൾ 3 പേരായിട്ട് ചേർന്നാണ് ഞങ്ങൾ സാറിനെ ക്ഷണിക്കാൻ പോയത്, ഞാനും കയറിയും. ബട്ട് ഞങ്ങളെ കണ്ടത് വളരെയധികം സന്തോഷത്തോട് ഞങ്ങളെ സ്വീകരിച്ച്, ഞങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് സാറ് ഞങ്ങളെ കുറിച്ച് പറയുകയും, ഞങ്ങൾക്ക് വളരെയധികം 50 സീറ്റല്ല, 2 ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ സാർ തന്നെ പറഞ്ഞ് ഞാൻ എത്തിച്ചേരുന്നതാണ്, 25-ാം തീയതി എനിക്ക് കൺവീനിയന്റ് ആണ്, എത്തിച്ചേരുന്നതാണ്. ഞങ്ങൾ ഇത്രയും കുറച്ച് സമയമാണ് സംസാരിച്ചത് സാറിനോട് അവിടെ ഇരുന്ന്. ബട്ട് ഞങ്ങൾ വളരെയധികം എനർജറ്റിക്കായി, ഞങ്ങൾ എല്ലാവരും അത്രത്തോളം നല്ലൊരു പ്രോത്സാഹനം. തന്റെ സേവനത്തിൽ ആർമി മെമ്മോറിയൽ ദേവി ഹോസ്പിറ്റൽ പറയാതിരിക്കുവാൻ സാധിക്കില്ല. 41-ാം വർഷത്തിന്റെ അടിച്ചുവട് കടന്ന് 42ലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലാണ് 42 വർഷങ്ങൾ. 1983 വെറും 27 കിടക്കകളോടുകൂടി ആരംഭിച്ച ഈ സ്ഥാപനം, ഈ ഗ്രാമപ്രദേശത്ത് ഈ സ്ഥാപനം സ്ഥാപിച്ചു. 1993 അത് 60 പിന്നെ 2008 അത് 340 മാറി, കിടക്കകളായിട്ട് മാറി. തന്റെ ആതുര സേവന രംഗത്ത് ഈ പ്രദേശത്തേക്ക് വളരെയധികം ഡെഡിക്കേറ്റ്
വർഷങ്ങളായിട്ട് തന്റെ സേവനം കാഴ്ചവെച്ച് ഇന്ന് ഈ പരിപാടിയിൽ തന്നെ ഇത്രയും മനോഹരമായി ഇത് മാറിത്തീരുവാൻ കാരണം മെമ്മോറിയൽ ചാരിറ്റബിൾ എഡ്യൂക്കേഷണൽ ഹെൽത്ത് ട്രസ്റ്റിന്റെയും രുക്മിണി കോളേജ് ഒപ്പമായി നമ്മളോട് ഒപ്പം ഇരിക്കുന്നത് പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം. അടുത്തതായി നമ്മുടെ മധ്യേ ഇരിക്കുന്നത് വളരെയധികം സന്തോഷമാണ്. യുവതികളാണ്, ഭാഗ്യവാന്മാരാണ്. കാരണം ഇന്ന് നമ്മുടെ മുന്നിൽ 2 പേര് ഗസ്റ്റ് ഓഫ് ഓണേഴ്സ് ഉണ്ട്. നിങ്ങളത് കാണുന്നുണ്ട്. ഒന്ന് മാഡം നിഷ മാഡം, ഇനി ഒന്ന് അജിത കുമാരി മാഡം. നിഷ മാഡം ജനറൽ ഹോസ്പിറ്റൽ നെയ്യാറ്റിൻകരയുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. നമ്മുടെ അജിത മാഡം നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിന്റെ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഞങ്ങള് മാഡത്തിനെ ക്ഷണിക്കാൻ പോയപ്പോൾ മാഡം പറഞ്ഞ ഒരു സന്തോഷ വാർത്ത ആ നഴ്സിംഗ് സൂപ്രണ്ടന്റ് റൂമിൽ ഇരുന്ന് പറഞ്ഞു. പൊതുവെ അവർ ചിന്തിക്കുന്നത് ഞാൻ മാത്രം പോയാൽ മതി എന്നുള്ളതാണ്. പക്ഷെ മാഡം അവിടെ ഇരുന്ന് ഞാൻ പോയ ഉടനെ പറഞ്ഞത് അവിടെ ഇരുന്ന് അവരുടെ മുന്നിൽ അവരുടെ എല്ലാ നഴ്സിംഗ് അസിസ്റ്റന്റ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് 3 പേർക്ക് ചേർന്ന് അവരുടെ കോളേജിലേക്ക് പോകാമെന്നാണ്. പക്ഷേ നമ്മുടെ ഡോക്ടർ സരവണൻ സാർ നമ്മുടെ ചെയർമാൻ സാറിന്റെയും വൈസ് ചെയർമാൻ മാഡത്തിന്റെയും മൂത്ത മകനാണ്. റെസ്പിറേറ്ററി മെഡിസിൻ, ഡോക്ടർ ഇൻ റെസ്പിറേറ്ററി മെഡിസിൻ. ചില സാങ്കേതിക തടസ്സങ്ങളാൽ കടന്നു വരാൻ സാധിച്ചിട്ടില്ല. സാറിന്റെ അസാന്നിധ്യത്തിലും സാറേയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അവരുടെ പ്രസൻസ് ഇല്ലെങ്കിലും ഞാൻ എൻ്റെ സഹധർമ്മിണിയെ വിട്ടിട്ടുണ്ട് എന്ന് നൽകി ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഡോക്ടർ കിഷാസ് സരവണൻ അവരിലാണ്, ഗൈനക്കോളജിസ്റ്റ്. നമ്മുടെ കോളേജിന്റെ നിങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങളിലും ഒരു അക്കാഡമിക് കോർഡിനേറ്ററായി ഒപ്പം ഇരുന്ന് ഞങ്ങളെ ഗൈഡ് ചെയ്യും, ഞങ്ങൾക്ക് എല്ലാ വഴികാട്ടിയുമായി ഇരിക്കുന്ന നല്ലൊരു ബെസ്റ്റ് ഗൈനക്കോളജിസ്റ്റുമാണ് മാഡം. എല്ലാ സേവനങ്ങളും നന്നായി സാറെ പിന്തുടർന്ന് നടത്തുന്ന ഒരു തലമുറയാണ്. ഡോക്ടറുടെ എല്ലാ സേവനങ്ങളും നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലാമിനേറ്റിംഗ് സെറിമണിയിലേക്ക് ഞാൻ ഹാരിണിയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാഡം ഷർമിളി മാഡം ഒപ്പമുണ്ട്. നമ്മളോട് ഇരുന്ന് എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായിട്ട് ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ വഴി നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സേവനങ്ങളും ഈ സ്ഥാപനത്തിലേക്ക് വളരെയധികം ശക്തിയോട് മുന്നോട്ട് പ്രവർത്തിച്ച് നന്മയായി തീരട്ടെ എന്ന് ഭവിച്ചുകൊണ്ട് ഈ ലാമിനേറ്റിംഗ് സെറിമണിയിലേക്ക് മാഡത്തിനെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത് നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ മാഡം. അടുത്തതായി നമ്മുടെ രുക്മിണി മെമ്മോറിയൽ ദേവി ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഡ്വക്കേറ്റ് ദേവരാജൻ സാർ അവരുടെ സേവനം എല്ലാം നന്നായി ഭംഗിയായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. രുക്മിണി മെമ്മോറിയൽ ദേവി ഹോസ്പിറ്റലിലെ അവരെ ബ്ലസ് ചെയ്യുവാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളെയും അവരുടെ ബന്ധുമിത്രാദികളെയും അവരുടെ സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ എൻ്റെ ഹൃദയംഗമായ സ്വാഗതം എല്ലാവർക്കും ഞാൻ സ്നേഹത്തോടെ അർപ്പിച്ചുകൊള്ളുകയാണ്. ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അതില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാർട്ടത്തിലേക്ക് നിങ്ങൾക്ക് നന്മയായി നല്ല അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോട് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലിരുന്ന് വിരമിക്കുന്നു. നന്ദി. എല്ലാവരെയും വളരെ മനോഹരമായി സ്വാഗതം ചെയ്ത് നമ്മുടെ എമൽഡ മാമിനെയും ഈ സുവർണ അവസരത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തിരുന്നു. സാങ്കേതിക വിദ്യയിലും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവനത്തിലും ഒരുപാട് മഹത്തരമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ കോളേജിന്റെ ശില്പിയായ ഡോക്ടർ CA മോഹൻ സർ. ഒരു സ്ഥാപനത്തിന്
family, it is my great pleasure to welcome you all. I am delighted to see you all here in the 70th lamp lighting ceremony. The lamp lighting ceremony is an auspicious occasion in every nurse's life, held in reverence of to Florence Nightingale, the lady with the lamp, was the founder of modern nursing. Nightingale believed that nurse's presence with their client is a keystone for making a professional communication. So, dear budding nursing students, first of all, you should understand the importance of nursing profession and its dignity. You should carry your duties with compassion, empathy, love and devotion. Do not get tense. We are always here to guide you and mold you into a great shining nurse. I wish you all the best for the bright future. God bless you all. Thank you. Thank you, sir. We are greatly proud to have a great personality, Professor Dr. Thomas Matthews, sir. His organization experience like President, Indian Public Health Association. Welcome you, sir. ആദരണീയനായ ഡോക്ടർ സി എ മോഹൻ, ഡോക്ടർ ദേവിക മോഹൻ, പ്രൊഫസർ ഡോക്ടർ യുജീൻ, ശ്രീമതി നിഷ, അജിത കുമാരി, ശ്രീമതി എമല്ല, പ്രൊഫസർ പി സെൽവറാണി, ഡോക്ടർ ശരവണൻ, ഡോക്ടർ ഇഷ ശരവണൻ, ഡോക്ടർ അരവിന്ദ്, ഡോക്ടർ ശ്രീമതി ശാർലി, പ്രിയപ്പെട്ട അധ്യാപകർ, വിദ്യാർത്ഥിനികൾ, മാതാപിതാക്കൾ, ഇന്ന് തങ്ങളുടെ ക്ലിനിക്കൽ ജീവിതം ആരംഭിക്കുന്ന ചടങ്ങിന് മുഖ്യ കാർമ്മികരായിരിക്കുന്ന വിദ്യാർത്ഥികൾ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ, പ്രാർത്ഥനകളോടെ ഈ 17ാമത് ലാമ്പ് ലൈറ്റിംഗ് സെറമണി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. രുക്മിണി കോളേജിൻ്റെ ചരിത്രവും ഇതിൻ്റെ പ്രവർത്തന പാരമ്പര്യവും ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ 17ാമത് ബാച്ചിൻ്റെ വിളക്ക് കത്തിക്കൽ ചടങ്ങിൽ എത്തി നിൽക്കുമ്പോൾ കൈവരിച്ച നേട്ടങ്ങളെപ്പറ്റി എല്ലാം തന്നെ ശ്രീമതി എമല്ല സ്വാഗത പ്രസംഗത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഒപ്പം ഇത്രത്തോളം 3 ദിവസത്തെ തുടർച്ചയായ പ്രാർത്ഥന ഞാനിവിടെ വരാൻ വേണ്ടി ഉണ്ടായിരുന്നു എന്ന് കേട്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. അതിലൊരു സത്യമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇന്നലെ മുഴുവൻ ഞാൻ ഹൈക്കോടതിയിലായിരുന്നു. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന കാരണമായിരിക്കാം എനിക്ക് വൈകുന്നേരം അവിടെ നിന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞതെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ മാതാവ് ഈ കോഴ്സ് പഠിച്ച് ഒരു നഴ്സിംഗ് അധ്യാപികയായി പ്രവർത്തിച്ച് അത് കണ്ടു വളർന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോകത്തിലെ ഏറ്റവും നോബിളസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും സമുന്നതമായ ഒരു പ്രവർത്തന മേഖല തിരഞ്ഞെടുത്തു എന്ന് നിസ്സംശയം നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും ലോകം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫഷനിലേക്കുള്ള കാൽവയ്പിനെ തികച്ചും അർഹമായ രീതിയിലാണ് നിങ്ങൾ ഇന്നിവിടെ ആചരിക്കുന്നത്. ഈ വലിയ മാല ചുമന്നുകൊണ്ട് അതിവിടെ കൊണ്ടുവച്ചിട്ട് പോയ സീനിയേഴ്സ് ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്, ജീവിതകാലം മുഴുവൻ
നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ചുമതലയാണ് ഈ കിടക്കുന്നത്. ഈ പ്രോഗ്രാം കഴിയുന്നതിനും ഒപ്പം തന്നെ നിങ്ങളിത് തോളിൽ വഹിക്കുകയും നിങ്ങളുടെ അവസാനം വരെ ഇത് തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത്, അത് മെഡിക്കൽ ഡോക്ടർമാരായിരുന്നാലും നഴ്സുമാരായിരുന്നാലും, അവരെ സംബന്ധിച്ച് പഠിച്ച് തുടങ്ങുന്ന നാൾ മുതൽ മരണം വരെയും തങ്ങളുടെ ഈ തൊഴിൽ തുടരേണ്ടതുണ്ട്. അവർ പഠിക്കുന്ന കാര്യങ്ങൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. മരണം വരെയും അവർ ഒരു ചികിത്സയും ശുശ്രൂഷയും ആരംഭിക്കുന്നത് പ്രാർത്ഥനയിൽ നിന്നാണ്. പ്രാർത്ഥന നൽകുന്ന പ്രതീക്ഷയിൽ നിന്നാണ്, അത് നൽകുന്ന വിശ്വാസത്തിൽ നിന്നാണ്. ഈ കോഴ്സ് പഠിക്കുന്നത് മറ്റൊരു കോഴ്സിനെ പോലെ നമുക്ക് 10 മുതൽ 5 മണി വരെ ജോലി ചെയ്തു പോകാനല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം 24 മണിക്കൂറും ഈ തൊഴിലിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ച് അവർ ജോലിയിലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഏറ്റവും അത്യാവശ്യം അതിനുള്ള തയ്യാറെടുപ്പാണ്. ഏതൊരു നിമിഷവും ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ടാവാം. അതൊരു ആളിൻ്റെ, സ്ത്രീ ആയാലും പുരുഷനായാലും ട്രാൻസ്ജെൻഡർ ആയാലും അവരുടെ ജീവനെ തന്നെ ബാധിക്കുന്ന ഒരു തീരുമാനവും ശ്രമവുമാണ് എന്നത് നിങ്ങൾ എത്രത്തോളം ഉള്ളിലേക്ക് ഇൻ്റേണലൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ആവാഹിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും അത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മൾ ഇതിന് തുടങ്ങുമ്പോൾ തന്നെ 24 മണിക്കൂർ 365 ദിവസവും നമ്മൾ ഇതിൻ്റെ ആൾക്കാരാണ്. ഏതൊരു നിമിഷവും ഏത് സാഹചര്യത്തിലായിരുന്നാലും നമുക്ക് സ്വന്തമായിട്ട് അനേകം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ടവർ രോഗമായിട്ടോ പ്രശ്നങ്ങളിലാണെങ്കിലും ഈ സേവനത്തിന് നിങ്ങളെ സജ്ജരാക്കി നിർത്തേണ്ടതുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പാണ് ഇന്ന് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ തുടങ്ങുന്നത്. കാരണം നമുക്ക് ഇതിനൊരു റെസ്റ്റ് ഇല്ല, ഹോളിഡേ ഇല്ല, ഒപ്പം നമുക്ക് ഇത് റിട്ടയർമെൻറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ ജീവിതം മുഴുവൻ കൊണ്ട് നടക്കേണ്ട, സ്വായത്തമാക്കേണ്ട ചില കാര്യങ്ങളെയാണ് നമ്മൾ ഇന്നു മുതൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടത്. നിങ്ങളുടെ സീനിയേഴ്സിനും തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അവർ കടന്നു വന്ന പാതകളിൽ ഒന്നുപോലും ഒരു അനുഭവവും അവർക്ക് നഷ്ടപ്പെടുത്താനുള്ളതല്ല. തുടർന്ന് ഇതെല്ലാം നമുക്ക് നാളെ ചെയ്യാൻ പോകുന്ന ജോലിയുടെ വഴിമരുന്നുകളായി തുടരുകയും വേണം. അപ്പോൾ ഒന്നാമത് പ്രാർത്ഥന. ആ പ്രാർത്ഥന നമുക്ക് തരുന്ന ധൈര്യം, അതായത് വിശ്വാസം, ഒപ്പം നമുക്ക് ഇടപെടുന്ന ജോലി ഫലപ്രദമായി പൂർത്തിയാക്കാൻ കഴിയും, ജീവൻ രക്ഷിക്കാൻ കഴിയും, രോഗം സൗഖ്യമാക്കാൻ കഴിയും. ശുശ്രൂഷ ആ വ്യക്തി ഒരു രോഗി മാത്രമല്ല, നമ്മുടെ അച്ഛനെയും അമ്മയും പോലെ, നമ്മുടെ സഹപ്രവർത്തകരെ പോലെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ പ്രതീക്ഷകളും വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ അവരുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാൻ, അവരുടെ വേദന നമുക്ക് പങ്കുവയ്ക്കാൻ, ഒപ്പം ആ വേദന അറിഞ്ഞുകൊണ്ട് പൂർണ്ണമായ ചികിത്സ നൽകുവാൻ, ശുശ്രൂഷ നൽകുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ലോകമെമ്പാടും കേരളത്തിലെ നഴ്സുമാർക്ക് ഏറ്റവും വലിയ പേരുള്ള ഒരു കാലഘട്ടമാണ് നമുക്ക്. ഒരു ദിവസം ശരാശരി ഒരു 5 നഴ്സിംഗ് സ്റ്റാഫിനെയെങ്കിലും കേരളത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ഞാൻ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു NOC നിങ്ങൾക്കെല്ലാം അറിയാവുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഒഫീഷ്യലായിട്ടുള്ള മന്ത്രി ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് ടീമുകൾ വന്ന് നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒപ്പം അവരുടെ ഭാഷ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. നമുക്ക് ജർമ്മനി അറിയില്ല, മലയാളം പോലും നേരെ അറിയില്ല, പിന്നെ ജർമ്മനി. അപ്പം ജർമ്മനി പഠിപ്പിക്കണം, അതുപോലെ ഇംഗ്ലീഷ് പഠിക്കണം, മറ്റ് ഭാഷകൾ പഠിക്കണം. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഈ കുട്ടികളെ ഇങ്ങനെ വിട്ടാൽ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ പഠിപ്പിച്ചോളാം. അപ്പോൾ മാതാപിതാക്കൾ ചോദിക്കുന്നുണ്ട് വിവാഹം, അത് ഒരു കുഴപ്പമില്ല, ഞങ്ങളതെല്ലാം തയ്യാറാക്കിക്കോളാം, നിങ്ങൾ ഈ കുട്ടിയെ തന്നാൽ മതി, എല്ലാം പഠിപ്പിച്ച് വിവാഹിതരാക്കി കുടുംബത്തോടെ ഞങ്ങൾ അവിടെ താമസിപ്പിച്ചോളാം എന്ന് ഉള്ള ഒരു വലിയ വാഗ്ദാനവുമായിട്ട് ഇന്ന് ഗവൺമെൻറ് പ്രതിനിധികൾ അടുത്ത ദിവസവും വരുന്നുണ്ട്. ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വരുന്നുണ്ട്. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ കോവിഡ് കാലത്ത് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ
തീർച്ചയായിട്ടും അവർ എന്നോട് യോജിക്കും. അതിൽ കോവിഡ് കാലത്ത് നിങ്ങളെല്ലാം പത്രങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അന്ന് ആ കാലയളവിൽ ലോകം മുഴുവൻ നമ്മുടെ നഴ്സസിനെ അവരുടെ മഹത്വം അറിഞ്ഞവരാണ്. അനേക ജീവൻ രക്ഷിക്കുവാൻ കൂടെ നിന്നവരാണവർ. കേരളത്തിൽ നമ്മൾ ഏറ്റവും നല്ല ചികിത്സ കൊടുത്ത് ഏറ്റവും കുറച്ച് മരണനിരക്കിലൂടെ നമുക്ക് മരണം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ, കൂട്ടത്തോടെ മരണപ്പെട്ട വയോജന ഹോമുകൾ, ആശുപത്രികൾ ഇറ്റലിയിലും UK യിലും USA യിലും എല്ലാം ഉണ്ട്. പക്ഷേ അവിടുത്തെ എല്ലാം നഴ്സിംഗ് വിഭാഗം കൈകാര്യം ചെയ്തിരുന്നത്, അവരെ ശുശ്രൂഷിച്ചിരുന്നത് മലയാളി നഴ്സുമാരാണ്. എറണാകുളത്ത് കോവിഡിൻ്റെ ആദ്യ കാലയളവിൽ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയവരെ എല്ലാം നമ്മൾ പരിശോധിക്കും. അതിൽ നല്ല ശതമാനവും ഈ ഇറ്റലിയിലും അതുപോലെ തന്നെ UK യിലെയും നഴ്സുമാരായി അവരുടെ കുടുംബാംഗങ്ങളാണ്. കാരണം കൊച്ചുകുട്ടികൾ, ഭർത്താക്കന്മാർ. ഇപ്പോൾ ഇത് ഞാൻ ഒഴിവാക്കിക്കൊണ്ടല്ല പറയുന്നത്, പക്ഷേ കേരളത്തിലെ നഴ്സിംഗ് വിദ്യാഭ്യാസം നേടുന്ന ഓരോ വിദ്യാർത്ഥിക്കും അവർ വലിയ വിലയാണ് കൽപ്പിക്കുന്നത്. അത് കണ്ട് എന്താണ് ഇത്രത്തോളം ഈ സഹോദരന്മാർ വേറിട്ട് നിൽക്കുന്നതെന്ന് അറിയാനായിട്ട് അവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി, നഴ്സസിൻ്റെ ഹെഡുകൾ, അവിടുത്തെ പ്രധാന മന്ത്രിമാർ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനം വന്ന് കാണുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രി വന്ന് വിസിറ്റ് ചെയ്യുന്നു. നഴ്സിംഗ് കോളേജിൽ സമയം ചെലവഴിക്കുന്നു. കാരണം പഠിക്കുന്നതിനും അപ്പുറമായി ഒരു ദൈവികമായ കരസ്പർശം നമ്മുടെ നഴ്സുമാർക്കുണ്ട് എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. അതിന് അവർ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ചെലവഴിച്ച് കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കാനുള്ള വലിയ ഒരു ക്യാൻവാസ് ഇന്ന് നമുക്കുണ്ട്. ഞാനിത് പറയാൻ കാര്യം, അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്ന ഭാവിയുള്ള ഒരു പ്രൊഫഷനാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മാതാപിതാക്കൾക്കറിയാം. അതുകൊണ്ട് തന്നെ എന്താണോ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലുള്ള ഒരു നേഴ്സായി മാറണമെങ്കിൽ ആ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഇന്നു മുതൽ തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതിന് നിങ്ങളെ സഹായിക്കേണ്ടത് 3 വിഭാഗങ്ങളാണ്. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ അധ്യാപകർ. അവർ ഈ കാര്യങ്ങളെ ഊന്നിക്കൊണ്ട്, കാരണം ശുശ്രൂഷ ചെയ്യുന്നതിനപ്പുറത്ത് മാനുഷികമായ ദൈവികമായ ഒരു കരസ്പർശമാണ് മലയാളി നഴ്സസിനെ വേറിട്ട് നിൽക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം ഡൽഹി ആയിരുന്നാലും ബംഗാളായിരുന്നാലും ഏത് ആശുപത്രിയിൽ ചെന്നാലും, ഞാൻ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് രാജസ്ഥാൻ്റെ ഏറ്റവും ഉൾപ്രദേശമായിട്ടുള്ള അവിടെ മാർവാടി ഭാഷയാണ് സംസാരിക്കുന്നത്. അവിടുത്തെ ഹെൽത്ത് സെൻ്ററിൽ പോകേണ്ടി വന്നു. നമ്മുടെ സബ് സെൻ്റർ എന്ന് പറയും. അവിടെയുള്ള അവരുടെ ഗ്രാമപ്രമുഖമൊക്കെ എനിക്ക് അറിഞ്ഞൂടാത്ത അവരുടെ ഹരിയാന, രാജസ്ഥാനിൽ ഉപയോഗിക്കുന്ന മാർവാടി ഭാഷയിൽ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്നുണ്ടാവും. ഞാനെല്ലാം ചിരിച്ചുകൊണ്ട് കേൾക്കുമ്പോൾ എനിക്ക് അവിടെ ആശ്രയമായിട്ട് എത്തിയത് അവിടുത്തെ JPHN സിസ്റ്ററാണ്. ആ സിസ്റ്റർ ഇവിടെ തിരുവല്ലയ്ക്ക് അടുത്ത് കുറിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സിസ്റ്ററാണ്. മലയാളികൾ സിസ്റ്റർമാരില്ലാത്ത ഒരു സ്ഥലവുമില്ല, ഒരു ആശുപത്രിയുമില്ല, ഒരു ആരോഗ്യ മേഖലയുമില്ല. ഇതാണ് നമുക്ക് തരുന്ന വലിയ പ്രതീക്ഷ. അതുകൊണ്ടാണ് അവർ അന്വേഷിക്കുന്നത് എന്താണ് നിങ്ങളെ വേറിട്ട് നിർത്തുന്നത്. ആ വേറിട്ട് നിർത്തുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന വലിയ, തമിഴിൽ പറഞ്ഞ പാഷൻ അല്ലേ, വലിയ അർപ്പണ മനോഭാവവും സ്നേഹവും. 2, അവർ നിങ്ങൾക്ക് പകർന്നു തരുന്ന വിജ്ഞാനത്തോടൊപ്പം രോഗികളോട് ഇടപഴകാൻ, അവരെ എങ്ങനെ ശുശ്രൂഷിക്കണം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് അവരോടൊപ്പം നിൽക്കണം എന്ന ഒരു വലിയ പാഠം. അതിന് രുക്മിണി ഇവിടുത്തെ ആശുപത്രിയും അതിന് നേതൃത്വം വഹിക്കുന്ന ഡോക്ടർ മോഹനും അദ്ദേഹത്തിൻ്റെ ടീമും നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ ഇടപെടൽ, സഹവർത്തിത്വം നിങ്ങളുടെ അധ്യാപകർ. 2, നിങ്ങളുടെ മാതാപിതാക്കൾ. നമ്മളിവിടെ കൊണ്ട് ഇവരെ പഠിക്കാൻ ഏൽപ്പിച്ചു എന്ന് കരുതി നിങ്ങളുടെ പ്രാർത്ഥനയും പ്രവർത്തനവും നിർത്തേണ്ടതില്ല, കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുന്നത് മാതാപിതാക്കൾക്ക് അവരുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്.
അപ്പോൾ ഇവിടെയുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇനിയാണ് നിങ്ങൾക്ക് ഇവരിലുള്ള ശ്രദ്ധ ഏറ്റവും കൂടേണ്ടത്, ഇവരോടൊപ്പം നിൽക്കേണ്ടത്. ഇന്നത്തെ ഭാഷയിൽ ഇവരെ നിരന്തരം ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. മാതാപിതാക്കൾ എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങളല്ലേ എല്ലാം ചെയ്യുന്നതാണ്, പക്ഷേ അവരുടെ മാനസികമായ വ്യാപാരങ്ങൾ, അവരുടെ മാനസികമായ ആവശ്യങ്ങൾ, മാനസികമായ സപ്പോർട്ട്, അത് ഈ സാഹചര്യത്തിൽ എപ്പോഴും മാതാപിതാക്കൾ ഒരു കണ്ണുണ്ടാവേണ്ടതുണ്ട്, രണ്ട് കണ്ണുണ്ടാവേണ്ടതുണ്ട്. അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമാണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും. മൂന്നാമതായിട്ട് കൂടെ പഠിക്കുന്നവർ, അവരുടെ സഹപാഠികൾ. കാരണം ഈ ജോലി തനിയെ ഒരാൾ ചെയ്യുന്നതല്ല. ഒരാൾക്ക് തനിയെ രോഗശാന്തിയോ ശുശ്രൂഷയോ ചെയ്യാൻ കഴിയില്ല. ഇതൊരു ടീം വർക്കാണ്. ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ മാല കൊണ്ടുവന്നത് പോലെ തന്നെയാണത്. അത് പഴയ കഥയാണ്. ഒരാൾ തന്നെ ഈ മാല എടുക്കാൻ പറഞ്ഞാൽ എടുക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതുപോലെയുള്ളതാണ് നമ്മൾ ഓരോ ദിവസവും ഇടപെടുന്ന ടാസ്കുകൾ. പഠനത്തിലായിരുന്നാലും പുതിയ വിവരം സ്വീകരിക്കുന്നതിലായിരുന്നാലും, മറിച്ച് ഒരുമിച്ച് പഠിക്കാൻ, ഒരുമിച്ച് പോസ്റ്റിങ്ങൾക്ക് പോകാൻ, ഒരുമിച്ച് പ്രവർത്തിക്കാൻ എന്നുള്ളതിനപ്പുറമായി ജീവിതകാലം മുഴുവൻ ഇവിടുത്തെ ഈ സുരക്ഷിതത്വം, ഞാൻ ഇവിടെ പ്രിയപ്പെട്ടവരോട് പറയുമായിരുന്നു, വളരെ പ്രൊട്ടക്റ്റഡായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജിൽ, അതായത് തിരുവനന്തപുരം ആയിരുന്നാലും ജനറൽ ആശുപത്രി, അവിടെയൊന്നും നിങ്ങൾ തീരെ പ്രൊട്ടക്റ്റഡ് അല്ല. അനേകമായ ബാഹ്യ ഇടപെടലുകൾ നിങ്ങൾക്കുണ്ട്. അത് ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അതിനെ അനുവദിക്കുകയില്ല. പക്ഷേ നാളെ നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നിടത്ത് എല്ലാ ബാഹ്യ ഇടപെടലുകളെയും ആത്മസംയമനത്തോടെ, സമാധാനത്തോടെ നേരിടുകയും ആവേശത്തോടുകൂടി ഓരോ ദിവസവും പ്രവർത്തിക്കുകയും വേണം. അതിന് നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത് പഠിക്കുന്നവർ, നാളെ ജോലി ചെയ്യുന്നവർ നിങ്ങളോടൊപ്പം ഒരു ടീമായി നിൽക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പറയാൻ പോലും മടിക്കുന്ന സംഭവവികാസങ്ങളുണ്ടായി. അത് ഇപ്പോഴത്തെ AJക്കാർ മെഡിക്കൽ കോളേജിലെ സംഭവമായിരുന്നാലും, കഴിഞ്ഞ വർഷത്ത് വന്ദനദാസിൻ്റെ സംഭവമായിരുന്നാലും, അവിടെ എല്ലാം ഒരു വലിയ പ്രശ്നം സാങ്കേതികമായിട്ട് എപ്പോഴും നമ്മൾ കാണുന്നത് ആ ക്രൂഷ്യലായിട്ടുള്ള ഏറ്റവും ക്രിട്ടിക്കലായ ആ സാഹചര്യത്തിൽ അവരെല്ലാം തനിച്ചായി പോയി എന്നുള്ളതാണ്. അത് വലിയ വേദന നമുക്ക് തരുന്നതാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നേതൃത്വം നടക്കുന്ന ആളെന്നുള്ള നിലയിൽ എത്രമാത്രം വേദനിച്ചുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് എനിക്ക് അറിയില്ല. കാരണം വന്ദനാദാസിൻ്റെ കാര്യത്തിലായിരുന്നാലും RJക്കാരൻ്റെ കാര്യത്തിലായിരുന്നാലും അവരോടൊപ്പം നിൽക്കാൻ, അവരെ ഒരു കൈ സഹായിക്കാൻ അവരുടെ ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ ആരുമില്ലാതെ പോയി എന്നത് വലിയ വേദനാജനകമാണ്. അത് ഒരാൾക്ക് പോലും ഉണ്ടാകാൻ പാടില്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരാൾക്ക് മറ്റൊരാൾ കരുതലായി ഉണ്ടാവണം. പഠിക്കുന്നിടത്ത്, പോകുന്നിടത്ത്, നിങ്ങളുടെ പോസ്റ്റിങ്ങിൻ്റെ സമയത്ത്, നിങ്ങളുടെ ജോലിയിടത്തെല്ലാം ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അപ്പം നിങ്ങളെ സഹായിക്കാൻ ഒരാൾ കൂടെ ഉണ്ടാവും. അതുപോലെ നമ്മളും ഉണ്ടാവണം എന്നതും ഏറ്റവും പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. മാറി വരുന്ന സാഹചര്യത്തിൽ വളരെ ശത്രുതയുടെ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ സേവനം ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ പണ്ടത്തെ പോലെയല്ല. ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ഒരു സാഹചര്യമേ അല്ല ഇന്ന്. അതുകൊണ്ട് ഈ ശത്രുതയുടെ നടുവിൽ നമ്മളൊരു ഗ്രൂപ്പായി, ഒരു ടീമായി നിന്നുകൊണ്ട് ഇന്ന് മുതലേ അതിനുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ചെയ്യണം. നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ കൂടെ ഉള്ളവരെ മാക്സിമം എങ്ങനെ ഉപദ്രവിക്കാം, എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ പാഠം പഠിപ്പിക്കാം എന്നതിൽ നമ്മൾ PhD എടുത്തവരാണ്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് തിരിച്ചാണ്. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ഈ ശുശ്രൂഷയുടെയും ഒക്കെ സന്ദേശം പൂർണ്ണമാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നവർ, ഒരുമിച്ചായിരിക്കുന്നവർ ഒരുമയോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായി അധ്യാപകർ, രണ്ടാമതായി മാതാപിതാക്കൾ, മൂന്നാമതായി നിങ്ങളോടൊപ്പമുള്ളവർ. അത് ആരെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അവരെ നിങ്ങൾ മനസ്സിലാക്കണം, അവരെ കൂടെ നിർത്തണം. ഇത് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഒരു ശുശ്രൂഷയുടെ വലിയ തലങ്ങൾ, പൂർണ്ണമായ തൃപ്തി അത് കിട്ടുന്നവർക്കും കൊടുക്കുന്നവർക്കും ലഭ്യമാക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇത് ഇവിടെ ഈ ഒരു അവസരം തന്നതിന് എനിക്ക് എല്ലാ പ്രിയപ്പെട്ടവരോടും വളരെയേറെ നന്ദിയുണ്ട്. തിരക്കും പ്രശ്നങ്ങളും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗുണവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരിക. കേസുകൾ, മറ്റ് പ്രശ്നങ്ങളൊക്കെ തീർക്കാനാണ്. അതിനിടയിൽ നിങ്ങളോടൊപ്പം ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ
ഒരു അധ്യാപികയുടെ, നഴ്സിംഗ് അധ്യാപികയുടെ മകനെന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത് നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുമ്പോഴുമാണ്. ഈ പാഠങ്ങൾ നിങ്ങൾ കൂടെ കൊണ്ട് നടക്കുക. നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ സ്ഥാപനത്തിന്. കാരണം നിങ്ങൾ ഇനി എവിടെ പോയിരുന്നാലും ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എവിടെയാണ് പഠിച്ചതെന്ന്. ഇന്ന് ഇവരോടെല്ലാം തന്നെ ഞാൻ ചോദിച്ച ചോദ്യം അതാണ്. കാരണം അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് എവിടെ പോയിരുന്നാലും നിങ്ങളുടെ സ്ഥാപനത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ സംസ്ഥാനത്തിനും നല്ല പേരുണ്ടാക്കുവാൻ കഴിയട്ടെ. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുവാൻ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ. ഈശ്വരൻ്റെ സാന്നിധ്യമാണ് നിങ്ങളിൽ ഓരോരുത്തരിലൂടെയും പ്രവർത്തിക്കേണ്ടത്. അതിന് ഈശ്വരൻ സഹായിക്കട്ടെ. ഈ അവസരത്തിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പുതിയ തുടക്കത്തിനും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഒരിക്കൽ കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your motivation. Thank you, sir. ആ ദീപം മാമിന്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിനായി എല്ലാ 1ാം വർഷ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥികൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്.
Thank you all. Nightingale's Pledge. In this pledge, nurses promises to uphold the Hippocrates Oath, do not harm, practice and dedicate their work as a nurse. നൈറ്റിംഗേലിന്റെ പ്രതിജ്ഞ എന്നത് നഴ്സുമാരുടെ ദയയും കഠിനാധ്വാനവും എപ്രകാരമായിരിക്കണമെന്ന് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന ഒന്നാണ്. ഇതിനെ നഴ്സുമാരുടെ ദൗത്യത്തിന്റെ ആധികാരിക രേഖയായി കരുതപ്പെടുന്നു. ഈ സമയത്ത് എല്ലാ നഴ്സുമാർക്കും അതോടൊപ്പം എല്ലാ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും പ്രതിജ്ഞയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിനായി നമ്മുടെ കോളേജിനെ തന്നെ നല്ല നേതൃത്വത്തിലൂടെ മുൻപോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ യൂജിൻ മാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. The Nightingale Pledge. I solemnly pledge myself before God and in the presence of this assembly to pass my life in purity and to practice my profession faithfully. I will abstain from whatever is deleterious and mischievous and will not take or knowingly administer any harmful drug. I will do all in my power to maintain and elevate the standard of my profession. And will hold in confidence all personal matter committed to my keeping and all family affairs coming to my knowledge in the practice of my calling with loyalty. I will endeavor to aid the physician in his work and devote myself to the welfare of those committed to my care. Thank you, ma'am. Music is a പ്രതിജ്ഞ സ്വീകരിച്ച ഈ അവസരത്തിൽ ഒരു മനോഹരമായ സമർപ്പണ ഗാനത്തോടൊപ്പം അവർ തങ്ങളുടെ സേവന യാത്ര ആരംഭിക്കുകയാണ്. ഈ സമയം നമുക്ക് അവരുടെ സമർപ്പണ ഗാനം ശ്രമിക്കാം. I
students can have your seats now. ഈ സുദിന വേളയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന മിസ്സസ് നിഷ കെ, നഴ്സിംഗ് സൂപ്രണ്ട് ഓഫ് ജനറൽ ഹോസ്പിറ്റൽ നെയ്യാറ്റിൻകര അവരുടെ ലൈറ്റിംഗ് മെസ്സേജിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Talking about ma'am has completed her nursing education from Kozhikode in the year 1994. Then she was posted DHS in AMCH Kozhikode from 1994 to ESL in the year 1999. Then she resumed her service at DH Palakkad in the year 1999 July. She was promoted to senior nursing officer at Mavelikara in Alappuzha district from September 2015. Since August 2023, she has been serving as a deputy nursing superintendent at KR NMS Hospital in Ulavur, Kottayam district. Currently, she is serving as the nursing superintendent at Nursing Neyatingal General Hospital since December 2024. We welcome you, ma'am, on the stage. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാലാഖ കുഞ്ഞുങ്ങൾ, അവരാണ്. ഞാൻ 1 മാസമായിട്ടേ ഉള്ളൂ. സിസ്റ്റർ 1.5 വർഷം ഇവിടെ തന്നെയാണ്. 2023 ഓഗസ്റ്റില് ഡെപ്യൂട്ടി നേഴ്സിംഗ് സൂപ്രണ്ടായി പാലക്കാട് നിന്ന് വന്നാണ് അജിതകുമാരി മാഡം. പിന്നെ ട്രാൻസ്ഫറായി പോയിട്ടില്ല. അതിനുശേഷം വന്ന ഷീന. അപ്പൊ 2 പേരുണ്ട്. 3ാമതായിട്ട് വന്ന ഞാൻ ഏറ്റവും ജൂനിയർ ആണ്. ഇവർ പ്രൊമോഷനിൽ ഞാൻ വരാന്ന് പറഞ്ഞു. പിന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടുന്നപ്പോഴാണ് എൻ്റെ പേരൊക്കെ വലുതായിട്ട് ഇങ്ങനെ വന്നത്. ഗസ്റ്റ് ഓഫ് ഓണർ, ലൈറ്റിംഗ് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വലിയ സദസ്സിനെ അഭിസംബോധന ചെയ്ത ശീലമൊന്നും എനിക്കില്ല. ആശുപത്രിയിലെ ചെറിയ ചെറിയ ചടങ്ങുകൾക്ക് ഞങ്ങളെ സൂപ്രണ്ട് മേഡൊക്കെ ആശംസ പറയാൻ നമ്മളെ പേരങ്ങ് ഇട്ട് തരും. സിസ്റ്റർജി വന്ന് എന്തെങ്കിലും പറയണം പറയും. അപ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് എളുപ്പം പറയാൻ പറ്റാണ്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ ആശംസ അറിയിക്കുന്നു, നന്ദി, നമസ്കാരം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുക ചെയ്യാം. പക്ഷേ ഓരോ പൊസിഷനും കയറി വരുമ്പോൾ നമുക്ക് ആ ഒറ്റ വാക്കിൽ നന്ദി പറയൽ കുറച്ച് കേൾക്കുന്നവർക്കും തോന്നുമോ എന്താ ഇങ്ങനെ പറഞ്ഞു പോണെന്ന്. അതുകൊണ്ടാണ് വലിയൊരു കടമയാണ് ദീപ സന്ദേശം, ലൈറ്റിംഗ് മെസ്സേജ് എനിക്കിവിടെ തന്നിരിക്കുന്നത്. ഇന്ന് ഈ കുട്ടികളാണ് മാലാഖ കുഞ്ഞുങ്ങൾ. രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗിലെ 70th ബാച്ച്. സാറ് പറഞ്ഞു, തോമസ് സാറ് പറഞ്ഞു, എല്ലാം ദൈവത്തിന്റെ പേരാണ്. രുക്മിണി കുട്ടികൾ, സരസ്വതി കുട്ടികൾ, ഈ പാർവതി കുട്ടികൾ ഉണ്ടോ ചോദിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഉണ്ടോ എന്നുള്ളത്. ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ വരുന്ന കുട്ടികളാണ്. രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗിലെയും സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗിലെയും കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. പാർവതി ഉണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ ലാമ്പ് ലൈറ്റിംഗ് സെറമണി എന്നൊരു മഹത്തായ ചടങ്ങ് ഞാൻ ഈ ദീപങ്ങനെ കത്തിച്ചു അവർക്ക് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ 1991 ഒന്നും തിരിച്ചു പോയി. കാരണം ഇതിലൊരു അംഗം പോലെ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ എലിക്കുട്ടി മേഡത്തിന്റെ കയ്യിൽ നിന്ന് ദീപം തെളിയിച്ചു വാങ്ങി കോഴിക്കോട് വലിയൊരു ടാഗോർ ഹാളിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ എല്ലാ വർഷത്തെയും ലാമ്പ് ലൈറ്റിംഗ് കോട്ടിംഗ് സെറമണി നടക്കുക. നമുക്കന്ന് ഈ കോട്ട് നമ്മൾക്ക് കിട്ടുന്നത് വളരെ അഭിമാനമാണ്. കാരണം ഞങ്ങൾ നേഴ്സിംഗ് സ്കൂളിലെ സാരിയാണ് ഉടുക്കുക. പ്രീ ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ സാരി ഉടുത്തിട്ടേ ഇല്ല. അഡ്മിഷന് പോകുമ്പോഴും പാവടി ബ്ലൗസ് ഇട്ട് വന്നപ്പോൾ പ്രിൻസിപ്പാൾ മാഡം പറഞ്ഞു, ഇനി ഇത് പറ്റില്ല എന്ന്. സാരി ഉടുക്കാനും അറിയില്ല. അപ്പം അതിങ്ങനെ ഉടുത്ത് പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഈ കോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ആശ്വാസമായിരുന്നു. ലാമ്പ് ലൈറ്റിംഗ് സെറമണി എന്നുള്ളതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ളത് ഈ കോട്ട് കിട്ടി നിൽക്കുക എന്നുള്ളത്. നമ്മൾ നേഴ്സൊക്കെ ആയിരുന്നൊരു തോന്നല് അവിടെയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് കുട്ടികൾ ഇവിടെ പാടിയത് ഇംഗ്ലീഷിലാണ്, ഞങ്ങളിവിടെ മലയാളത്തിലാണ് പാടിയിരുന്നത്. ഞങ്ങൾക്കിങ്ങനെ പാടിത്തരും. പദം പദം കുറച്ചു നാം ദീപമേന്തി പോകണം, പാരിലെങ്ങും ശോഭയേകി ദീപമേന്തി പോകണം. അപ്പം എനിക്ക് ഈ കുട്ടികളോട് തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഈ കത്തിച്ചു വെച്ച ദീപം നിങ്ങളുടെ ജീവിതത്തിലും എന്നും ഉജ്ജ്വലമായി കത്തി നിൽക്കട്ടെ. അതിന് നിങ്ങൾക്ക് സർവേശ്വരൻ ശക്തി നൽകട്ടെ. പിന്നെ ഈ ഒരു മാല, കുട്ടികളുടെ യൂണിഫോം പോലെ തന്നെയാണ് ഈ മാല, മഞ്ഞയും പച്ചയും. അവരിങ്ങനെ കൊണ്ടുവന്നു നിങ്ങളെ ഒരു സർക്കിൾ നിർത്തിയിരിക്കുകയാണ്.
അതുപോരാ, ഇങ്ങനെ ഒരു സർക്കിൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിൽ ആവശ്യമില്ല. നിങ്ങൾ കത്തിച്ചു വെച്ച ദീപം ഈ ലോകമെമ്പാടും കത്തി ജ്വലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഫ്ലോറൻസ് നൈറ്റിംഗേലായിട്ട് ഒരു കുട്ടിയോടെ നിൽക്കുന്നുണ്ട്. നമുക്ക് നേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൗഡ് ടു ബി എ നേഴ്സ് അല്ലെങ്കിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ, ഇതൊക്കെ നമ്മൾ ഓർക്കുന്നത് മെയ് 12 നമ്മുടെ നേഴ്സസ് ഡേ ആണ്. അന്ന് എല്ലാവരും സ്റ്റാറ്റസ് ഇടും പ്രൗഡ് ടു ബി എ നേഴ്സ്. ആ മെയ് 12 മാത്രം പോരാ പ്രൗഡ് ടു ബി എ നേഴ്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മളൊരു നേഴ്സാണ്. നമ്മളെ സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. നിങ്ങൾ ചെല്ലിയ പ്ലഡ്ജിൽ എല്ലാം ഉണ്ട്. അത് നിങ്ങളൊന്നിങ്ങനെ ഉരവിട്ടാൽ മതി. ഡെയിലി പ്ലഡ്ജ് ചെല്ലിട്ടായിരിക്കുമല്ലോ അവർ തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് ഐ സോളംലി പ്ലഡ്ജ് മൈസെൽഫ്, അതിന്റെ ബാക്കി അങ്ങനെ അതിന്റെ അർത്ഥങ്ങളുണ്ട് അതിന്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ 1-2 കാര്യങ്ങൾ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന്റെ മുന്നേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്കായിരിക്കും നിങ്ങളെ ആദ്യം ട്രെയിനിങ് വരിക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ നേഴ്സിംഗ് മേഖലകളിൽ നമ്മൾ ആരെ കണ്ടാലും, യൂണിഫോം ഇട്ട് ആരെ കണ്ടാലും രോഗികൾക്ക് കുറേ സംശയങ്ങളുണ്ട്. ഞാൻ ഇപ്പൊ പതുക്കെ മുങ്ങി നടക്കുക, കാരണം എനിക്ക് എല്ലാത്തിനും ഉത്തരം പറയാൻ എപ്പോഴും കിട്ടുന്നില്ല. ലാബ് എവിടെ ചോദിക്കുമ്പോൾ ആലോചിക്കും, എക്സ്റേ എവിടെ നോക്കുമ്പോൾ ആലോചിക്കും. കാരണം നമ്മൾ യൂണിഫോം ഇട്ടവരെ നമുക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ അടുത്തുനിന്ന് വരുന്ന രോഗികളെ എല്ലാവരും, അത് പല അസുഖങ്ങളുള്ളവരായിരിക്കും. നമ്മളൊരു ടീച്ചേഴ്സിനെ പോലെയോ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ പോലെയോ ഒരു പോലീസ് ഓഫീസറെ പോലെയോ അല്ല നമ്മുടെ പ്രൊഫഷൻ. നമ്മൾ ദൈനംദിനം നമ്മുടെ മുന്നിൽ വരുന്നത് പല അസുഖങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന രോഗികളാണ്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ഒന്ന് ചിരിച്ച് സംസാരിക്കും. ഇന്ന് നമ്മളാരും മൂട്ടെ കാണുന്ന പോലുമില്ല. അപ്പൊ അത്രയ്ക്കും മോശമായ ചുറ്റുപാടുകളുള്ള നമ്മുടെ ആശുപത്രികളൊക്കെ ഇന്ന് വളരെയധികം സൗകര്യമുള്ളതായിരിക്കുന്നു. ഒരുപാട് തൊഴിലവസരങ്ങൾ സാറ് പറഞ്ഞതുപോലെ സ്വദേശത്തും വിദേശത്തും നിങ്ങളെ തേടി എത്തുന്നുണ്ട്. നിങ്ങൾ എല്ലാവരോടും കരുണ ഉണ്ടായിരിക്കുക, സ്നേഹമുള്ളവരായിരിക്കുക. നിങ്ങൾക്കതിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മാലാഖ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am, for your motivational words. Today marks the beginning of a new chapter in your life. May you continue to achieve great things and make a positive impact on the world. പ്രതിജ്ഞയെടുത്ത ഓരോ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും തന്റെ ആശംസാ പ്രസംഗത്തിലൂടെ ആശംസകൾ അറിയിക്കുന്നതിനായി നമുക്കേറെ ബഹുമാനപ്പെട്ട നമ്മുടെ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ മിസ്സസ് സെൽവറാണി മാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Good morning to our respected dignitaries on the dais and faculties, dear students and respected parents, and special wishes to the children who are sitting very smartly, very beautifully and brightfully. And it's very happy and very privileged to be stand here and deliver the facilitation. Learning is such a difficult process, but due to we have a very stipulated action. When you see or touch or smile and give care to a patient, so really it is a blessing for you. So wherever you go, so it may take 4 years of education, and after you may go around the world to deliver the nursing care or the service. So what you are learning today, either related to the profession or which is related to an education aspect. So everything you have to deliver as in the form of 3 aspects which I like to deliver you on this day. So commitment, you know the meaning. So what you do or when you meet the patient, so the commitment have to come from your heart, compassion. So compassion
definitely it is a need. When you look at the patient itself, the compassion have to come and it show in the form of action. And the third one is the courage. So courage is definitely, it is the form of education. So what you are learning in the classroom, so many subjects you are learning each semester wise. So all these have to put together and show in the form of knowledge. So these all will help you throughout the nursing. And I would like to read out the fact about LAMP, which is described by the Florence Nightingale in her biography. She was given a very excellent words which will help us as a nurse. So who stand with the lamp? You are all standing today with the lamp. So the lamp you hold today in your hand, a firm you wish to toil always, relieving pain and suffering of sick. So this is more important. Those who are in the hospital, they are not like as such. They are human individual with the discomfort like pain, suffering and sick. A deceased, so both brotherly and holy. Like a lady with the lamp, you show your heart has a compassion for mankind to a sick and affected. So this will to the God of the healer you show. The lamp will show the world around, and the nurses are a noble life who sacrifice their life in time to save the mankind. So these words we have to remember when you are learning nursing and also when you deliver the nursing care services. So as you hold it and keep it not only as a tradition or not only consider as an occasion. So this is the real commitment or real courage and real compassion you should have. So wish you all the very best and to be a full-fledged nurse. God bless you all. Thank you. Thank you for your beautiful words. നമ്മുടെ ഈ സന്തോഷകരമായ അവസരത്തെ ഒരു നന്ദി കടപ്പാടിലൂടെ ഉപസംഹരിക്കുന്നതിനായി മിസസ് അഞ്ജു മാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Lamp lighting ceremony for nurses is a symbolic event that marks the beginning of a student's journey into the nursing profession. The lamp symbolizes the transfer of knowledge, skill and the spirit of nursing. It also represents the student's commitment to caring for sick and wounded. Lamp lighting and oath-taking ceremony is a tribute to Florence Nightingale, the lady with the lamp. This ceremony initiates students into the noble profession of nursing. Good afternoon to one and all who have gathered here. On behalf of this Arcon family, it's my great privilege to say a word of thanks to each and everyone on this auspicious occasion. Firstly, I would like to thank our Lord Almighty God for giving me this wonderful opportunity to deliver a word of thanks in this auspicious occasion. I take this opportunity to express my gratefulness to our beloved chairman, Dr. C.A. Mohan sir, in this gracious moment. Sir's experience and politeness have made an evergreen growth of this institution. Your presence is valued more in this occasion. Thank you, sir. Next, I would like to thank our Vice Chairman, Dr. Devika Mohan ma'am. Ma'am's care and guidance made our students to achieve their professional growth. Thank you, ma'am, for your presence. It's my pleasure to thank our beloved Chief Guest, Dr. Thomas Matthew, Director of Medical Education, Government of Kerala. Even though Sir is busy in his schedule, Sir had accepted our invitations and been a part with us. In his absence, on behalf of this Arcon family, I thank you, sir. It's time to thank our nursing superintendent at General Hospital, Neyatankara, that is none other than our beloved Mrs. Nisha ma'am on this occasion. Talking about ma'am is always approachable and provide efficient support to our students during their clinical posting. We thank you, ma'am, for your presence.
Next, I would like to thank our Deputy Nursing Superintendent, Ma'am G.H. Nayathingara, Mrs. Ajita Kumari, Ma'am. Ma'am's care and guidance helped our students during their clinical process. We thank you, ma'am, for your presence. Now I would like to thank Dr. Sharavanan sir and Dr. Kisha Sharan ma'am in this occasion. They support a lot for the growth of these institutions. Thank you, sir and ma'am. Next, I would like to thank Dr. Arvind sir and Mrs. Sharpani Arvind ma'am. Your presence is more valid in this occasion. Thank you, sir and ma'am, for sparing your valuable time with us. Now, I would like to thank our beloved principal ma'am, Dr. Eugene ma'am. Ma'am's guidance and support helped a lot to make this moment a memorable one. Thank you, ma'am, for your presence. Next, I would like to thank our Vice Principal Ma'am, Professor Selvarani Ma'am, for being with us today to make this moment the best one. Thank you, ma'am, for your presence. Now, I would like to thank our Administrative Officer, Mrs. Emilda Jagan Ma'am, who is the pillar stone of our code. Thank you, ma'am, for your presence. Next, I would like to thank Administrative Officer of Rukmini Memorial Devi Hospital, Mr. Devarajan sir. Thank you, sir. Now, I would like to thank all the teaching faculties and non-teaching faculties for making arrangements and organizing this program as the best one. Thank you all. Supported their children to choose this wonderful profession and to make their future as a brighter one. On behalf of Arcon family, I thank all the parents who spared their valuable time with us. Thank you all. I thank my dear Spartans to make their complete effort to organize this program as a most blessing one. Thank you, dears. It's my duty to thank our new blooming buds of Arcon and all the very best for your future endeavor. Thank you all. Once again, thank you all. താങ്ക് യു മാം. ഈ നിമിഷം ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലിനും ഈ നല്ല അവസരത്തിൻ്റെ അവസാനത്തിനുമായി എല്ലാവർക്കും ദേശീയ ഗാനത്തിനായി എഴുന്നേറ്റ് നിൽക്കാം. Academic decision proceed back to the roaming chamber.